സമൂഹ പങ്കാളിത്തത്തിന് പുതിയ ദിശകൾക്ക് കത്തോലിക്ക യാക്കോബായ ചർച്ചയിൽ നൂതന മാർഗരേഖകളുമായി കോട്ടയത്ത് മങ്ങാനം സ്പിരിച്വാലിറ്റി സെന്ററിൽ 2024 ഡിസംബർ 12 നടന്ന 25ാമത് കത്തോലിക്ക യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭകളുടെ സംവാദം രണ്ട് സഭകളുടെയും ഐക്യത്തിനും സഹകരണത്തിനും പുതിയ വഴിത്തിരിവായി മാറി. പ്രമുഖ സഭാ നേതാക്കളും ദൈവശാസ്ത്രജ്ഞരും വൈദികരും പങ്കെടുത്ത ഈ ചർച്ചയിൽ സർവകലാശാലകളിലും ആശുപത്രി സേവനങ്ങളിലും ആധുനിക വൈദിക പരിചരണത്തിനായി ഏകീകൃത സഹകരണ മാർഗരേഖകൾ രൂപീകരിച്ചു. കത്തോലിക്ക യാക്കോബായ സംവാദം ആർച്ച് ബിഷപ്പ് ഫ്ലാവിയോ പേസിന്റെ ഉദ്ഘാടന പ്രസംഗത്തോടെ ആരംഭിച്ചു. അദ്ദേഹം ഈ സംവാദത്തിന്റെ എല്ലാ വർഷത്തിലും തുടർച്ചയായുള്ള പുരോഗതിയെ അവലോകനം ചെയ്തു. തെയോഫിലോസ് മാർ കുര്യാക്കോസ് മെത്രാപ്പോലിത്ത പങ്കെടുത്തവരെ സ്വാഗതം ചെയ്തു. വിവാഹ ക്രമീകരണങ്ങളിൽ ഏകീകരണവും ആരാധനാ സ്ഥലങ്ങൾ പങ്കുവയ്ക്കുന്നതിനുള്ള മുമ്പത്തെ ധാരണകളും അവലോകനം ചെയ്തു. പ്രൊഫസർ ഡോക്ടർ അനീഷ് കെ ജോയ് അവതരിപ്പിച്ച ഡിജിറ്റൽ ലോകത്ത് വിശ്വാസവർദ്ധനവിനായി സഹകരണം എന്ന പ്രബന്ധം യുവജനങ്ങൾക്കിടയിൽ ഏകോപനവും പങ്കാളിത്തവും വളർത്താനുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുടെ സാധ്യതകൾ തുറന്നുകാട്ടി. ഫിലിപ്പ് നെൽബുറപറമ്പിലച്ചൻ സർവകലാശാലകളിലും ആശുപത്രികളിലും വൈദിക പരിപാലനത്തിനുള്ള സമഗ്ര മാർഗരേഖകൾ അവതരിപ്പിച്ചു. ഇത് വിശ്വാസ വളർച്ചയിലും വൈവിധ്യപരമായ പശ്ചാത്തലങ്ങളിലുള്ള പരിചരണങ്ങളിലും അഭിവൃദ്ധി ലക്ഷ്യമാക്കുന്നു. രൂപീകരിച്ച ഈ മാർഗനിർദ്ദേശങ്ങൾ അംഗീകാരത്തിനായി യാക്കോബായ സുറിയാനി ഓർത്തഡോക്സ് സഭയുടെ പ്രാദേശിക സുന്നഹദോസിന് സമർപ്പിക്കും. സംവാദത്തിനിടെ സുറിയാനി പാരമ്പര്യത്തിൽ കാലം ചെയ്ത മോർ ബസേലിയോസ് തോമസ് പ്രഥമൻ കാതോലിക്ക ഭാവിയുടെ സ്മരണാർത്ഥം പ്രത്യേക പ്രാർത്ഥന നടത്തി. ബിഷപ്പ് തോമസ് മാർ കൂറിലോസ് സുറിയാനി പ്രാർത്ഥനകൾക്ക് നേതൃത്വം നൽകി. ഇത് രണ്ട് സഭകളുടെയും സംയുക്ത പാരമ്പര്യത്തിന്റെ അടയാളമായി. ഉച്ചതിരിഞ്ഞ് ജെറി കുര്യനച്ചൻ കേരളത്തിലെ പ്രവാസവൽക്കരണത്തിന്റെ ദൈവശാസ്ത്ര വൈദിക വെല്ലുവിളികൾ എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിച്ചു. ഫിലിപ്പ് നെൽബുറപറമ്പിലച്ചൻ പ്രവാസവൽക്കരണത്തിന്റെ കേരള സഭകളിലെ ഫലങ്ങൾ എന്ന വിഷയത്തിൽ ജനസംഖ്യാ കണക്ക് ഉൾപ്പെടുത്തി പ്രവർത്തനപരമായ പരിഹാരങ്ങൾ വിശദീകരിച്ചു. ഈ ചരിത്രാത്മക സംവാദം ഇരുസഭകളുടെയും സമകാലിക വെല്ലുവിളികൾക്ക് ചേർന്നുള്ള ദൈവിക ദൗത്യത്തിലേക്കുള്ള പ്രതിബദ്ധതയെ വീണ്ടും ഉറപ്പിച്ചു. ഏകോപിത ദൗത്യത്തിനായുള്ള മാർഗരേഖകൾ ഭാവിയിൽ സാമൂഹിക സേവനത്തിനും ഐക്യത്തിനും വഴികാട്ടിയായി മാറും.